Let me start with something we all know. The only person who knows what's best for you is you. I was a late learner. I was. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടിയാലും പഠിക്കില്ല. പക്ഷെ കുട്ടിക്കാലം തൊട്ടേ എനിക്ക് എന്തൊരു സാഹചര്യം വന്നാലും ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ലൈക്ക് വാട്ട് ഐ വോണ്ട്, വേർ ഐ വോണ്ട് ടു ബി, വാട്ട് ഐ എം അട്രാക്റ്റഡ് ടു. അതിപ്പോഴും ഉണ്ട്. ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷനും ഉണ്ടാക്കും, അതിനൊരു ബാക്കപ്പ് പ്ലാനും ഉണ്ടാക്കും. ബട്ട് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. സോ ഐ വാസ് ഓൾവേസ് ലിസ്ണിംഗ് ടു അതേഴ്സ് ഫോർ മൈ ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. ആൻഡ് ഹാവ് യു തോട്ട് അബൌട്ട് വൈ യു ലിസൺ ടു അതേഴ്സ് ഫോർ യുവർ decision making and why you give importance to others more than yourself? എൻ്റെ കാര്യത്തിൽ I was not ready to come out of my comfort zone. എനിക്കൊരു കംഫർട്ട് സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര സേഫ് പ്ലേസ് ആയിരുന്നു. ഞാൻ അതിൽ തന്നെ നിന്നു. ബിക്കോസ് റിസ്ക് ഇല്ല. വേറെ ആൾക്കാർ പറഞ്ഞ് ലൈഫിൽ ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് റിസ്ക് കുറവാണ്. ബിക്കോസ് ഐ ഗെറ്റ് someone ടു ബ്ലെയിം if something goes wrong. എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഐ ഹാവ് someone ടു ബ്ലെയിം. അത് ഇന്ന ആൾ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഇത് സംഭവിച്ചു. ദെൻ ഐ വാസ് ഓൾവേസ് ബിഹൈൻഡ് വാലിഡേഷൻ. അതായത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെ മുതിർന്ന ആൾക്കാർ പറഞ്ഞത് കേട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഗുഡ് റിമാർക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. ഐ വാസ് എൻജോയിങ് ദാറ്റ്. അങ്ങനെ ലൈഫ് പൊയ്ക്കൊണ്ടേയിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ ഇങ്ങനെ ഡിസിഷൻസ് എടുത്ത് പോകുമ്പോൾ റിഗ്രറ്റിനെക്കാട്ടിലും കൂടുതൽ എപ്പോഴും എനിക്ക് തോന്നാറുണ്ടായിരുന്നു, അന്ന് എനിക്കത് അങ്ങനെ തോന്നിയായിരുന്നു, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. എപ്പോഴും ഞാൻ എടുത്ത ഡിസിഷൻസ് എല്ലാം എനിക്ക് മാറ്റിയാൽ കൊള്ളായിരുന്നു എന്ന് പലപ്പോഴും തോന്നാറുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ലൈഫ് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് പോയി കഴിഞ്ഞാൽ സിനിമ ഹാപ്പൻ ടു മീ. ഞാൻ സിനിമ ആഗ്രഹിച്ച് അങ്ങോട്ട് പോയ ഒരു വ്യക്തിയല്ല. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ ടു മീ. ഒരു ഫേസ്ബുക്ക് മെസ്സേജിലൂടെ തുടങ്ങിയതാണ് എൻ്റെ സിനിമാ ജീവിതം. അങ്ങനെ ഫസ്റ്റ് മൂവി ചെയ്തു, സെക്കൻഡ് മൂവി ചെയ്തു, തേർഡ് മൂവി. അതിനെപ്പറ്റിയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ആൻഡ് തേർഡ് മൂവി വാസ് ഒറ്റമുറി വെളിച്ചം. ഒരു ചെറിയ പടം, ചെറിയ ബഡ്ജറ്റിൽ കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് ചെയ്ത ഒരു മൂവിയാണ്. ടോപ്പിക് വാസ് ഓൺ മെറൈറ്റൽ റേപ്പ്. ഒരു വുമൺ ഓറിയൻറ്റഡ് മൂവിയായിരുന്നു. സോ ഡയറക്ടർ എന്നെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് അയച്ചു തന്നപ്പോൾ ഐ വാസ് നോയിങ് ദിസ് മൂവി ഈസ് ഫോർ മീ. എനിക്കിത് എന്തായാലും ചെയ്യണം. ദെയർ വാസ് നോ സെക്കൻഡ് തോട്ട്. എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ക്ലാരിറ്റി ഉണ്ട്, പക്ഷേ കോൺഫിഡൻസ് ഇല്ല. അപ്പം എന്ത് ചെയ്തു? അപ്പം ഞാൻ ബാക്കിയുള്ളവരുടെ അടുത്ത് എൻ്റെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അഭിപ്രായം ചോദിച്ചു. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മളെക്കാട്ടിലും അറിയാവുന്നതും ഡിസിഷൻ എടുക്കാൻ കോൺഫിഡൻസും ഉള്ളത് നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാർക്കാണ്. സോ ദേ സെഡ് നോ, ഇത് ചെയ്യണ്ട, നിൻ്റെ കരിയർ നന്നായി പോവില്ല. ഓൾസോ എന്തുകൊണ്ട് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടോപ്പിക് ഈസ് ഓൺ മെറൈറ്റൽ റേപ്പ്. അപ്പോൾ അതിൽ ഒരുപാട് എക്സ്പോസിങ് സീൻസ് ഉണ്ടാവും. ഇതൊക്കെ യൂട്യൂബ് ക്ലിപ്പിംഗ് ആയിട്ട് വരും. അതൊക്കെ ഇവരുടെ ഗ്രൂപ്പിൽ ഷെയർ ആവും. ഞങ്ങൾക്ക് നാണക്കേടാണ്. ഐ ട്രൈ ടു കൺവിൻസ് ദം ആക്ച്വലി എ ലോട്ട്, പക്ഷേ ഐ വാസ് നെവർ സക്സസ്ഫുൾ. ദെൻ ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു. ഞാൻ ഡയറക്ടറിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഈ മൂവി ചെയ്യുന്നില്ല. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് വിഷമമില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് സങ്കടമുണ്ട്, പക്ഷേ ദ സിറ്റുവേഷൻ ബിറ്റ്വീൻ ദ യെസ് ആൻഡ് നോ, ദാറ്റ് വാസ് ബോദറിങ് മീ. ആ സ്ട്രെസ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, ഈ യെസ് ആൻഡ് നോയുടെ ഇടയ്ക്ക് കിടക്കുന്ന സിറ്റുവേഷൻ. ആൻഡ് ഐ വാസ് നോട്ട് ഏബിൾ ടു കൺവിൻസ് ദം ഓൾസോ. സോ ഒരു നോ എടുത്തു. ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ദെൻ അവർ വേറെ ഓഡിഷൻസ് ഒക്കെ ചെയ്തു, വേറെ കാസ്റ്റിനെയൊക്കെ നോക്കി, അങ്ങനെ പോയി. വൺ ഫൈൻ ഡേ എനിക്കിപ്പോഴും ആ ദിവസം ഓർമ്മയുണ്ട്. ഞാൻ ഡയറക്ടറിനെ വിളിച്ചു. ദെൻ എൻ്റെ റൂമിൻ്റെ കോർണറിലൊരു മിററുണ്ട്. എങ്ങനെയോ നടന്ന് ഞാൻ ആ മിററിൻ്റെ മുന്നിൽ ചെന്നു. ഐ ജസ്റ്റ് ആസ്ക് ഹിം, എന്നാണ് ഈ മൂവി തുടങ്ങുന്നത്? അപ്പോൾ പറഞ്ഞു, പ്രോപ്പർ കാസ്റ്റ് ആയിട്ടില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഡേറ്റ് ക്ലാഷസും വന്നു,
സോ ഒരു മാസം മൂവി മാറ്റി വെക്കും. എന്നിട്ട് ഒന്നുകൂടെ ഓഡിഷനൊക്കെ ചെയ്തിട്ട് സെലക്ട് ചെയ്യും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞത്, മൂവി മാറ്റി വെക്കണ്ട, ഞാൻ ചെയ്തോളാം. ദെൻ ഹി വാസ് ഷോക്ക്ഡ്. എന്നോട് ചോദിച്ചു വീട്ടിലെന്ത് പറയും? ഞാൻ പറഞ്ഞു ഈ സീൻസൊക്കെ കട്ട് ചെയ്തു എന്ന് പറഞ്ഞേക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹി ആസ്ഡ്, അപ്പോൾ പടം ഇറങ്ങുമ്പോൾ കാണില്ലേ? അപ്പം ഞാൻ പറഞ്ഞു ടൈം ഉണ്ടല്ലോ അപ്പം നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, ഇനി വാക്ക് മാറുമോ? ഞാൻ പറഞ്ഞു ഇല്ല. ആ മൊമെൻറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇന്നും എനിക്കറിയില്ല. ഹൂ ടുക്ക് ദ ഡിസിഷൻ ഫോർ മീ? ഞാനും എൻ്റെ മുന്നിലുള്ള ആ മിററും എൻ്റെ റിഫ്ലക്ഷൻ ഇമേജും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഉള്ളിൽ നിന്ന് കോൺഫിഡൻസോടെ ആരാണ് എനിക്ക് വേണ്ടി ഡിസിഷൻ എടുത്തതെന്ന് ഇന്നും എനിക്കറിയില്ല. I was so proud of that moment. It was kind of a dopamine rush inside me. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ റിയാലിറ്റി ഹിറ്റ് എന്ന് പറയുന്നത് കണക്ക് ഡോപ്പമൈൻ റഷൊക്കെ മാറി. ഇറ്റ് ബിക്കെയിം എ സ്കെയറി അഡ്വെഞ്ചർ. ഡൗട്ട് വന്നു തുടങ്ങി, ഫിയർ വന്നു തുടങ്ങി. എഗെയിൻ ഇവരോടൊക്കെ പറയണം. ദെൻ ഐ സെഡ് ഐ എം ഗോയിങ് ടു ഡു ദിസ് മൂവി. അതിലൊരാൾ എൻ്റെ അടുത്ത് മിണ്ടിയില്ല, പടം കാണില്ല എന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഇസ് ലൈക്ക് നിൻ്റെ കരിയർ, നീ എന്തെങ്കിലും ചെയ്യ്. ഓക്കെ, ദെൻ ദ ഷൂട്ട് ഹാപ്പൻ. ശരിക്കും നല്ലൊരു ഷൂട്ടായിരുന്നു അത്രയും ദിവസവും. വി വർ ലൈക്ക് ഫാമിലി. ആൻഡ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ഷൂട്ട് ഐ റിമെമ്പർ, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പം ക്രൂ മെമ്പേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തെടുക്കുക അവിടെ. ഐ ഡോണ്ട് നോ, ഐ ജസ്റ്റ് ഗോട്ട് കണക്റ്റഡ് ടു ദാറ്റ് പ്ലേസ് വെരി മച്ച്. ഞാൻ എവിടെയോ ഒന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഡിസിഷനാണ് ഞാൻ ഒറ്റയ്ക്ക് എടുത്തത്. ഇത് തെറ്റിപ്പോവല്ലേ, ഇത് റൈറ്റ് ഡിസിഷൻ ആണെങ്കിൽ, ഈ പടം എവിടെയെങ്കിലും എത്തുവാണെങ്കിൽ ഐ വിൽ കം ബാക്ക് ടു ദിസ് പ്ലേസ് ടു സേ താങ്ക് യു. അതിൻ്റെ ഒരു പ്രോമിസ് ആയിരുന്നു. ആൻഡ് ഒറ്റമുറി വെളിച്ചം won 4 state awards and out of that one was for me. So I went to that place again to say thank you. ഇന്ന് നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ ഞാൻ എവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല. പക്ഷെ വൈസ് മൂവി ഹാപ്പൻ ടു മീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് സിനിമ എൻ്റെ ലൈഫിലേക്ക് വന്നത്. ഞാൻ എന്താണെന്ന് എന്നെ പഠിപ്പിച്ചു തരാനാണ് സിനിമ എൻ്റെ ലൈഫിലേക്ക് വന്നത്. സോ ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് ഐ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു മൈസെൽഫ് മോർ ദാൻ എനിവൺ. അന്ന് തൊട്ട് ഞാൻ എന്നെ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരാളല്ല. ഐ ഹാവ് ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് മൈസെൽഫ്. ഒരു ആംഗ്രി വേർഷൻ ഉണ്ടായിരുന്നു, ഒരു കോൺഫിഡൻറ്റ് വേർഷൻ ഉണ്ടായിരുന്നു. കോൺഫിഡൻറ്റ് വേർഷനൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. ദെൻ ഒരു കംഫർട്ട് സ്പേസ് ആഗ്രഹിക്കുന്ന ഒരു വേർഷൻ ഉണ്ടായിരുന്നു, വിച്ച് ഐ വാസ് ഗിവിങ് ഡോമിനൻസ്. ദെൻ ഒരു വൾണറബിൾ സെൻസിറ്റീവ് വേർഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പല വേർഷൻസ് ഉണ്ടായിരുന്നു. സെയിം ലൈക്ക് നമ്മളൊരു ഫ്രണ്ട് നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ് എനിക്ക് കുറച്ച് പ്രശ്നം പറയാനുണ്ട്, നമുക്കൊന്ന് കാണാമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു കോഫി ഷോപ്പിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ അയാളുടെ കഥ കേൾക്കാനിരിക്കും. ആൻഡ് വാട്ട് ഹാപ്പൻസ് അറ്റ് ദാറ്റ് ടൈം? നമ്മളും അയാളും മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? ഓൾ ദ എക്സ്റ്റീരിയർ വോയിസസ് വി വിൽ ക്യാൻസൽ ഓഫ്. അങ്ങനെ തന്നെ എൻ്റെ ഇമാജിനേറ്ററി വേൾഡിൽ ഞാൻ ഈ വേർഷൻസിനെ എല്ലാം എടുത്തുകൊണ്ട് പോയി ഒരു കോഫി കുടിക്കാനോ ഒരു ഡിന്നർ കഴിക്കാനോ ഇരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി I was giving dominance to some versions and I was attracting that kind of people in my life. അതേപോലെ സട്ടിലായിട്ടുള്ള വേർഷൻസിനെയൊക്കെ ഞാനൊന്ന് അപ്ലിഫ്റ്റ് ചെയ്തു. ഇറ്റ് വാസ് ലൈക്ക് എ പ്രോബ്ലം സോൾവിങ് മെത്തേഡ്. നമ്മളൊരു ഫ്രണ്ടിനെ എന്ത് ഉപദേശിക്കുമോ അങ്ങനെ തന്നെ. എന്നിട്ട് കുറച്ച് ഡോമിനൻസ് കൊടുത്ത വേർഷൻസിനെയൊക്കെ ഞാനൊന്ന് താഴ്ത്തി. അങ്ങനെ പയ്യെ ഐ ഗോട്ട് ദ ബാലൻസ്. എന്തോ ജീവിതത്തിൻ്റെ ഒരു ട്യൂൺ കിട്ടിയതുപോലെ തോന്നി തുടങ്ങി. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു വാക്ക് ഇൻ ട്യൂൺ വിത്ത് ട്രൂ ടു മൈസെൽഫ്. ഞാൻ ബ്രൂട്ടലി ഓണസ്റ്റായി എന്നോട് തന്നെ. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് എൻ്റെ ജീവിതം റൈറ്റ് ട്രാക്കിലേക്ക് നീങ്ങി തുടങ്ങി. എന്ന് വെച്ചിട്ട് എനിക്ക് ഫിയർ വരത്തില്ല, ഞാൻ കരയത്തില്ല എന്നൊന്നുമല്ല. ഐ ഗോട്ട് കൺട്രോൾ ഓവർ മൈ ലൈഫ്. ഞാൻ വിഷമിക്കുമായിരിക്കും, ഞാൻ പാനിക്കാവും എല്ലാം. പക്ഷേ എൻ്റെ ലെവൽ ഓഫ് മാഡ്നെസ് എനിക്ക് മനസ്സിലായി തുടങ്ങി. എത്ര അവേഴ്സ് ഞാൻ വിഷമിക്കും,
എത്ര മിനിറ്റ് സൈലൻസിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റും. സോ ഐ വാസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ് ഫോർ മൈ ജേർണി. അങ്ങനെ കൺട്രോൾ കിട്ടി തുടങ്ങിയപ്പോൾ gradually I became so lighter, so stronger and connected to myself. അപ്പോൾ നമ്മളെല്ലാവരും പുറത്ത് പോയിട്ട് എക്സ്റ്റീരിയർ ടൂൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഹാപ്പിനെസ്സിനും നമ്മുടെ ബാലൻസിനും വേണ്ടി ഇത് ചെയ്യുന്നത്. മോട്ടിവേഷണൽ ടോക്സ് ഓർ വാട്ട് എവർ, മെഡിറ്റേഷൻ, ഓൾ ദോസ് തിങ്സ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബിഫോർ ഡൂയിങ് ഓൾ ദാറ്റ് തിങ്, ലിസൺ ടു യുവർ സെൽഫ്. ഞാൻ അതുവരെ എൻ്റെ ജേർണിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്, പക്ഷെ ഐ നെവർ ലിസൺ ടു മൈ സെൽഫ്. ഞാനൊന്ന് സമാധാനമായിട്ട് സൈലൻസിലിരുന്ന് ഐ നെവർ ലിസൺ ടു മൈ സെൽഫ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് തിരുത്താൻ. ഐ വാസ് ലാക്കിങ് മെനി തിങ്സ്. സോ ആ ജേർണിയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ശരിക്കും സൈലൻസിൽ ഇരുന്ന് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പാത്ത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സൈലൻസിലിരിക്കണം. നമ്മൾ സൈലൻസിൽ ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ തോട്ട്സ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വാട്ട് ഐ വോണ്ട് ടു ടെൽ യു ഇസ് ദാറ്റ് തോട്ട്സ് വന്നോട്ടെ, അതിനെ ഇങ്ങനെ ചാപ്റ്റർ വൈസ് പാസ് ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷേ ഒരു തോട്ട് വന്നു, ഫോർ എക്സാമ്പിൾ ഒരു ദേഷ്യമുള്ള ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ മുന്നിൽ വരികയാണ്, ഒരു തോട്ട് ഇതായിട്ട്. ദെൻ ഇഫ് യു ആർ ഗെറ്റിംഗ് അറ്റാച്ച്ഡ് ടു ദാറ്റ്, ആ ദേഷ്യം നിങ്ങൾ അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ അത് വീണ്ടും വളർന്നുകൊണ്ടേയിരിക്കും. സോ വെൻ യു ആർ സിറ്റിംഗ് ഇൻ സൈലൻസ്, വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കും. വാട്ട് എവർ തോട്ട്സ് ഇസ് ദെയർ, ജസ്റ്റ് പാസ് ദ തോട്ട്സ്. ഡോണ്ട് അറ്റാച്ച് യുവർ ഇമോഷൻസ് ടു ദാറ്റ്. വിഷമം വരുന്ന ഒരു ഇൻസിഡൻ്റ് ആണെങ്കിൽ ആ വിഷമം കണക്ട് ചെയ്യല്. വിഷമം വരുന്ന ഒരു ഇൻസിഡൻറ്റ്, ഓക്കെ, അങ്ങനെ പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പയ്യെ തോട്ട്സ് ഇല്ലാണ്ടാവും. സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ക്യാൻസലിങ് ഓൾ ദ എക്സ്റ്റീരിയർ വോയിസസ്. അതൊരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ ആഫ്റ്റർ ക്യാൻസലിങ് ഓൾ ദ എക്സ്റ്റീരിയർ വോയിസസ് യു ഹാവ് ടു ഡൈവ് ഡീപ്പ് ഇൻ ടു യുവർ സെൽഫ്. അപ്പോൾ പയ്യെ ഈ തോട്ട്സ് എല്ലാം ക്യാൻസലായി തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റും. സോ അതിനുശേഷം നിങ്ങൾ ഏത് മോട്ടിവേഷണൽ കോഴ്സസിനോ അല്ലെങ്കിൽ യോഗ, എക്സസൈസ്, വാട്ട് എവർ, എല്ലാ എക്സ്റ്റീരിയർ ടൂൾസും നിങ്ങൾക്ക് ചെയ്യാം. ഇറ്റ് വിൽ സ്റ്റേ ലൈഫ് ലോങ്. നമ്മളെ മനസ്സിലാക്കാണ്ട് നമ്മൾ എവിടെ പോയി എന്തൊക്കെ പ്രാക്ടീസ് ചെയ്താലും സംഭവിക്കുന്നത് ആ ഡോപ്പമൈൻ റഷ് അല്ലെങ്കിൽ ആ ബാലൻസ് വിൽ ബി ടെമ്പററി. ആദ്യം നമ്മളെ മനസ്സിലാക്കുക, നമ്മൾ എന്തിന് ഈ വേൾഡിലേക്ക് വന്നു, വാട്ട് ഈസ് അവർ പേർപ്പസ്. ആഫ്റ്റർ ദാറ്റ് if you take any exterior tools, that will benefit you in a higher level. അതേപോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് ക്ലീഷേ ആൻഡ് ചീസി തോട്ട് വെച്ചിട്ട് ഐ വുഡ് ലൈക്ക് ടു എൻഡ് അപ്പ് മൈ ടോപ്പിക്. പണ്ടൊക്കെ നമ്മൾ ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അല്ലേ, ലൈഫ് ഇസ് ലൈക്ക് ആൻ ഐസ്ക്രീം അല്ലേ? ഓക്കെ, ലൈഫ് ഇസ് ലൈക്ക് ആൻ ഐസ്ക്രീം. സത്യത്തിൽ അതേപോലെ തന്നെയല്ലേ നമ്മുടെ ലൈഫ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി എത്ര ഓടി നടന്നാലും എത്ര കഷ്ടപ്പെട്ടാലും അത് അലിഞ്ഞ് തീർന്നുകൊണ്ടേയിരിക്കും. സോ ഇഫ് യു വോണ്ട് എൻജോയ് ഇറ്റ്, ദാറ്റ് ഈസ് യുവർ ചോയ്സ്. അത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, ദാറ്റ് ഈസ് യുവർ ചോയ്സ്. അതിൽ ആരൊക്കെ റെസ്പോൺസിബിലിറ്റി എടുത്താലും ആരൊക്കെ വന്ന് ഡിസിഷൻ എടുത്താലും നിങ്ങൾ എടുക്കുന്ന ഡിസിഷനായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ലതായിട്ട്. എന്നും പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് എല്ലാവരെയും എതിർത്ത് നാളെ തൊട്ട് അഡമൻ്റായിട്ട് ഡിസിഷൻ മേക്കിംഗ് എന്നല്ല. ഫസ്റ്റ് യു ഹാവ് ടു ലിസൺ ടു യുവർ സെൽഫ്, ദെൻ യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. സെൽഫ് അവെയർനെസ് ഇസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. സോ ഇന്ന് എൻ്റെ ലൈഫിലെ പേർപ്പസ് ഇസ് ലൈക്ക് ഐ വോണ്ട് ടു സൈൻ ഓഫ് ഫ്രം ദിസ് വേൾഡ് വിത്തൗട്ട് എനി റിഗ്രറ്റ്സ്. അല്ലേ, ഒരു റിഗ്രറ്റ് ഇല്ലാണ്ട് മരിക്കാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സക്സസ്. അത് പറ്റണമെങ്കിൽ ഞാൻ എന്നെ മനസ്സിലാക്കണം. അത് പറ്റണമെങ്കിൽ ഞാൻ ഇവോൾവ് ആയി തുടങ്ങണം. ആ ഒരു ജേർണിയിലാണ് ഞാൻ ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് പണ്ട് ഓടി നടന്ന് കഷ്ടപ്പെട്ട് ഓരോ കാര്യത്തിനും ഓടി നടന്ന് അവിടം വരെ എത്തി അത് അറ്റൈൻ ചെയ്യുമ്പം സാറ്റിസ്ഫാക്ഷന് പകരം എനിക്കൊരു ബേർഡൻ ആയിട്ടായിരുന്നു പലപ്പോഴും തോന്നുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ലൈഫ് ജീവിക്കാനൊരു കിക്കുണ്ട്, ഒരു സന്തോഷമുണ്ട്.
Thank you all.